Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോട്ടോയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ മോട്ടോ G9 പവറിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മോട്ടോ G9 പവർ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമുക്ക് അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ മോട്ടോ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഇത് 12,000 റുപ്പീസിന് താഴെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഒരു മികച്ച പ്രൈസിങ് ആയിരിക്കും എന്ന് മാത്രമേ മോട്ടോറോള പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് എത്ര അറിയില്ല, പക്ഷേ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ മോട്ടോ G9 പവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് 6000 mAh കപ്പാസിറ്റി ബാറ്ററിയും ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 662 ഒക്ടോകോ പ്രോസസ്സറുമാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് മാസീവ് 6.8 ഇഞ്ചസ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇതിനകത്ത് 64 മെഗാ പിക്സൽ സെൻസറാണ് വരുന്നത്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 10ഉം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. 6000 mAh കപ്പാസിറ്റി ബാറ്ററി 20 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. ബോക്സ് പാക്കേജിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇതിനകത്ത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. 16 മെഗാ പിക്സൽ പഞ്ച് ഹോൾ ക്യാമറയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് പ്രൈസിങ് അറിയത്തില്ല, എങ്കിലും 12,000 താഴെ ആയിരിക്കും എന്ന് മാത്രമേ മോട്ടോറോള പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് മോട്ടോ G9 പവറിൻ്റെ. നമ്മൾ ഓൾറെഡി കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. അപ്പോൾ 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. 64 മെഗാ പിക്സൽ നൈറ്റ് വിഷൻ ക്യാമറ, പിന്നെ മാക്സ് വിഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. 20.5:9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നമ്മൾ തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഡിവൈസാണ് മോട്ടോ G9 പവർ. വീണ്ടും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിവൈസിലേക്ക് വരാം. അതിന് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. പിന്നെ ഇതിനകത്ത് വരുന്നത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. അതേപോലെ തന്നെ വാറൻറ്റിയും ഇൻഫർമേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് കാണാം ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇല്ല കേട്ടോ. ആക്ച്വലി മൈക്രോ SD കാർഡും സിം കാർഡും ഇൻറ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഡെഡിക്കേറ്റഡ് സ്ലോട്ടില്ല. ഇവിടെ നമുക്ക് പ്രൈമറി ക്യാമറ, ഡെപ്ത് ക്യാമറ, പിന്നെ മാക്രോ സെൻസർ, അങ്ങനെ 3 ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറേൻ്റെ കാര്യം പറഞ്ഞിട്ട് ബാക്കിയെല്ലാം തന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു 20 വാട്ട് ചാർജറാണ്. അപ്പോൾ ഇതാണ് 20 വാട്ട് ചാർജർ. നിങ്ങൾക്ക് കാണാം 20 എഴുതിയത് കണ്ടില്ലേ, 20 വാട്ട് ചാർജറാണ്. പിന്നെ വരുന്നത് നമുക്ക് USB Type-C കേബിളാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് നോക്കാം. ഒരു സിം ഇജക്റ്റർ പിൻ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ഡിവൈസ്. അപ്പോൾ ഡിവൈസിന് ഒരു കേസ് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കർ ഒന്ന് കളയാം. അപ്പോൾ ഇതാണ് ഡിവൈസ്. വളരെ ലാർജ് ഡിവൈസാണ്. 6.8 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് കാണാം അവിടെ മോട്ടോ ലോഗോയും കാണാം. നമുക്ക് ഈ കേസ് ഒന്ന് മാറ്റാം. അപ്പോൾ ഇതാണ് ഡിവൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒരു പാറ്റേൺ കണ്ടില്ലേ, ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്രേയിഷ് കളറാണ്. പ്രോബ്ലി ഒരു ഗ്രീനിഷ് ഗ്രേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ ക്വാഡ് ക്യാമറ, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 64 മെഗാ പിക്സൽ, 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ, 2 മെഗാ പിക്സൽ മാക്രോ സെൻസർ. ഇവിടെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാണാം. പവർ ആൻഡ് വോളിയം കീസ് കാണാം ഇവിടെ. പിന്നെ ഡെഡിക്കേറ്റഡ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടനും സിം ട്രേ ആണ്. പിന്നെ ടോപ്പ് സെക്ഷനിൽ 3.5mm ഓഡിയോ ജാക്കും, ബോട്ടമിൽ USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലൊരു സെൽഫി ക്യാമറ, അത് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി നല്ലതാണ്. നല്ലൊരു മെറ്റീരിയൽ, വളരെ സ്ട്രോങ് ആയ ഒരു മെറ്റീരിയൽ. പിന്നെ ഒരു മാറ്റ് ഫിനിഷ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രിപ്പൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. നമ്മളെല്ലാ മോട്ടോ ഡിവൈസിലും പോലെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് ഫീച്ചേഴ്സ് എല്ലാം തന്നെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. വളരെ ലാർജ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിനൊക്കെ പറ്റിയ ഒരു ഡിവൈസാണെന്ന് പറയാം. നല്ല ഒരു ഡിസ്പ്ലേ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ല കളേഴ്സും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഇൻഫാക്ട് ഞാൻ ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചതാണ്. അതുകൊണ്ടാണ് കുറച്ച് ഡിമ്മായി ഇരിക്കുന്നത്. കാരണം വീഡിയോന് വേണ്ടി കുറച്ചതാണ്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സ്മൂത്താണ് ഡിസ്പ്ലേ. നല്ല കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ആണ്. HD+ ആണ് എങ്കിലും കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ എന്ന് പറയാം. വളരെ ഷാർപ്പൊക്കെ ആയ ഡിസ്പ്ലേ ആണ്. കണ്ടില്ല, ടെക്സ്റ്റെല്ലാം വളരെ ഷാർപ്പായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. നിങ്ങൾക്ക് കാണാം വളരെ ബേസിക് ആൻഡ് സ്റ്റോക്കി വേണം. ഗൂഗിൾ ആപ്സ് മാത്രം തന്നെ പ്രീ ഇൻസ്റ്റാളുള്ളൂ. വേറെ ആകെ ഫേസ്ബുക്ക് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ മോട്ടോ ആപ്പ് ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ നമുക്കറിയാം മോട്ടോ ആപ്പിൽ അഡീഷണൽ ഓപ്ഷൻസ് ഒക്കെ വരുന്നതാണ്. My UX ഫങ്ഷണാലിറ്റി ഉണ്ട്, ജെസ്റ്റേഴ്സ് ഉണ്ട്, അറ്റൻഡീവ് ഡിസ്പ്ലേ, പീക്ക് ഡിസ്പ്ലേ, പിന്നെ
മോട്ടോ കൺസോൾ കൺട്രോൾസ് ഉണ്ട്, ഓഡിയോ എഫക്ട്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് മോട്ടോ ആപ്പ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് സെറ്റിങ്സ് ഒന്ന് പോകാം. സെറ്റിങ്സ് ഒന്ന് പോയാൽ തന്നെ നമുക്ക് കാണാം സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. എബൌട്ട് മോട്ടോ G9 പവർ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇവിടെ കണ്ടില്ല, ആൻഡ്രോയിഡ് 10 ആണ് നമുക്ക് വരുന്നത് സോഫ്റ്റ്വെയർ വേർഷൻ. പിന്നെ ഇതിനകത്ത് വരുന്നത് 4GB ഓഫ് റാമും 64GB ഓഫ് സ്റ്റോറേജുമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ്. സ്നാപ്ഡ്രാഗണിൻ്റെ 662 ആണ്. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കുന്ന ഒരു ഡിവൈസാണ്, പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 662. അപ്പോൾ ഇനി നമുക്ക് ക്യാമറേൻ്റെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ക്യാമറ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 64 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാമറ UI കാണാം. ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ, ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. പോർട്രേറ്റ് മോഡ്, ഗ്രൂപ്പ് സെൽഫി, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഫോട്ടോ മോഡ്, വീഡിയോ മോഡിൽ എന്തൊക്കെ ഓപ്ഷൻസ് കാണാം നമുക്ക്. വീഡിയോ റിയർ ക്യാമറ വീഡിയോ ഫുൾ HD 60 FPS ആണ് മാക്സിമം സപ്പോർട്ടഡ്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ഫുൾ HD ആണ് മാക്സിമം സപ്പോർട്ടഡ്. പിന്നെ നമുക്ക് ബാക്കി എല്ലാ ഓപ്ഷൻസും ഫീച്ചേഴ്സും തന്നെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ക്യാമറയിൽ. ഇവിടെ മാക്രോ സെൻസറും ഇൻക്ലൂഡഡ് ആണ്. അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ ഇല്ല ഇതിനകത്ത്, അതാണ് ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മോട്ടോ G9 പവർ എന്ന് കൊടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ ഓവറോൾ ഒരു കുഴപ്പമില്ലാത്ത ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാ പിക്സൽ ക്യാമറയാണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു ക്യാമറയാണ്, നമുക്ക് തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാവുന്നതാണ് മോട്ടോ G9 പവറിൻ്റെ. ഇനി ഇതിനകത്ത് വരുന്നത് 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്, കണ്ടില്ലേ, വളരെ ലാർജ് കപ്പാസിറ്റി ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 6000 mAh ഉണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് 2.5 days ഒക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യുന്നതാണ്. 2 days ഒക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യും ഹെവി യൂസേജ് ആണെങ്കിലും. അപ്പോൾ 2.5 to 3 days ഒക്കെ നമുക്ക് ബാറ്ററി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബേസ്ഡ് ഓൺ യൂസേജ് ഇരിക്കും. ഹെവി യൂസറാണെങ്കിൽ പ്രോബ്ലി 2 days ഒക്കെ കിട്ടുള്ളൂ. പക്ഷേ കുറേ കൂടെ ലൈറ്റ് യൂസറാണെങ്കിൽ 3 ദിവസം 2 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യും. ഒരു 20 watt ചാർജറും ഇതിനകത്ത് ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഇതായിരുന്നു മോട്ടോ G9 പവറിൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. അപ്പോൾ ഈ ഫോണിൻ്റെ പ്രൈസിങ് നമുക്ക് ഇപ്പോൾ അറിയത്തില്ല, ഇത് 12,000 താഴെയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രൈസിങ് അറിയുമ്പോൾ തന്നെ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്തൊരു കേസ് കൂടി ഇൻക്ലൂഡാണ്, ഞാൻ നേരത്തെ കാണിച്ചതായിരുന്നു. അപ്പോൾ ജസ്റ്റ് കേസ് ഇട്ടും കൂടെ കാണിച്ചതാണ്. അപ്പോൾ ഇതായിരുന്നു മോട്ടോ G9 പവറിൻ്റെ ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.